ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 41/24 പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാർ സംഭാവന അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മൂന്നാമത്തെ. അതായത് അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു എന്നതാണ് തെറ്റായ പ്രസ്താവന. കറക്റ്റായിട്ടുള്ളത് അവർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ വൈദ്യശാസ്ത്ര സെമിനാറുകളും കോളേജുകളും സ്ഥാപിച്ചു. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ഡച്ചുകാരാണ് കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതത്. തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഇതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്. തന്നിരിക്കുന്നതിൽ മൂന്നാമതാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ 1, 4, 2. അതായത് മൃഗബലി നിരോധിച്ചു. പിന്നീട് വരുന്നത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. പിന്നീട് വരുന്നത് പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. ലാസ്റ്റ് വരുന്നത് തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിന്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാലാമത്തേതായിട്ട് തന്നിരിക്കുന്നതാണ് തെറ്റായത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ അവകാശവാദം തന്നിരിക്കുന്നത് ഇതാണ്: പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ചൈന, USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണം പറഞ്ഞിരിക്കുന്നത് USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് അവകാശവാദവും കാരണവും ശരിയാണ്, എന്നാൽ അവകാശവാദത്തിൻ്റെ ശരിയായ വിശദീകരണമല്ല. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്സിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി, എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ ആണ് തെറ്റ്? വന്നിരിക്കുന്ന പ്രസ്താവനകൾ: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ 150-ാം എപ്പിസോഡായിരുന്നു ഇത്. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 4. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, ഉത്കൽ സമതലം. ഓസ്ട്രേലിയസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്ന പ്രസ്താവനകൾ: ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. അത് വ്യാപാര കാറ്റിന് എതിരായി വീശുന്നു. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ഡോബ്സൺ യൂണിറ്റ്. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഓപ്ഷൻസ് വന്നിരിക്കുന്നത്: ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നതാണ്. മെഹോറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. പുറന്തോടിൻ്റെ ശരാശരി സാന്ദ്രത 12.3 ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? കോതയാർ. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി, എക്സ്പോസാറ്റ്. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളായി വികസന ഭാഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവനയാണ് ശരി? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയാണ്. അതായത് വ്യാവസായിക വികസനത്തിൻ്റെ ഉത്തേജകങ്ങൾ, അതുപോലെ തന്നെ മൂലധനം, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിൻ്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി, S&D പെട്ടി. GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പ്രസ്താവനകൾ: കാർഡുകളിലേക്കും UPIയിലേക്കും പണം അടയ്ക്കാം. ഒരു പൊതു ഈ ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ നൽകേണ്ടത്. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകളുള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിലും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. ആൻസർ ഓപ്ഷൻ എ, ഓൺലി 1 and 3. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? പ്രസ്താവനകൾ: ഏകദേശം 20%, 5% മുതൽ 15% വരെ, 20%-ലധികം. ആൻസർ ഓപ്ഷൻ ബി, ഓൺലി 1, ഏകദേശം 20%.
ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ചെല്ലയ്യ കമ്മിറ്റി. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം? സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ചേരുംപടി ചേർക്കുക. അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. ഒന്നാമത്തെ ജോഡി 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം, 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, 42 മിനി ഭരണഘടന, 91 കൂറുമാറ്റ വിരുദ്ധ നിയമം. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? ഭരണഘടന 106-ാം ഭേദഗതി നിയമം 2023. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പ്രസ്താവനകൾ: 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19A പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭരണഘടനയുടെ 15-ാം ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഗവൺമെൻറ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ മാനേജർ കഴിവുകളുടെ 2ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KS-ൻ്റെ ലക്ഷ്യം. KS-ൽ KS ഓഫീസർ, ജൂനിയർ ടൈം സ്കെയിൽ, KS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, KS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. KS-ൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും. എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം ശരിയാണ്. 1957-ലെ കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ. കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ആണ്. മുകളിലുള്ളവയെല്ലാം. അതായത് 1997-ലാണ് കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട്. കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷ് സദസ്സിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അക്ഷയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയി പ്രവർത്തിക്കുന്നു. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? 2005. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി. 2023-ൽ കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? കേരള യോഗായുക്ത ഭേദഗതി ബിൽ 2022. ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും ഒരു പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. മാൻഡമസ്. PMKSY ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ് ജലസംരക്ഷണ മാനേജ്മെൻറ്റ്. ഈ പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? MGNREGA 2025-ൽ ആരംഭിച്ചു. ഈ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. ഈ പദ്ധതിയുടെ വേതനം 1948-ലെ മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾ വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണം. ആൻസർ മുകളിൽ പറഞ്ഞവയല്ല. വിവരാവകാശ നിയമത്തിൻ്റെ കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എന്താണ്? അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ. പ്ലേഗിൻ്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനകളാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരി. അതായത് എർസീനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇതുണ്ടാക്കുന്നത്. അതിൻ്റെ വാഹകർ ചെള്ളുകളാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. കേരളത്തിലെ ആർത്തവ മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3, 4. അതായത് നിലവിലുള്ള PHSCകളെ FHSCകളാക്കി ഉയർത്താനാണ് അത് ലക്ഷ്യമിടുന്നത്. NCD-CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ ഫിറ്റ്നസ്സിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം.
അടുത്തത് ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി, പുതിയ രക്തക്കുഴലുകളുടെ വികസനം. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറ്റമിൻ എയുടെ കാര്യത്തിൽ ശരി? ആൻസർ ഓപ്ഷൻ സി, വൈറ്റമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സീറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും സൃഷ്ടിക്കുന്നു. ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ നാലാമത്തെ പ്രസ്താവനയായിട്ട് പറഞ്ഞിരിക്കുന്ന മുകളിലുള്ളവയല്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൺലി ഫോർ. അതായത് പറഞ്ഞതെല്ലാം ശരിയാണ്. മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, മുകളിലുള്ളവയല്ല. അതായത് മോശം ഭക്ഷണശീലങ്ങൾ, ശാരീരിക നിഷ്ക്രിയത്വം, അസ്വസ്ഥമായ ജൈവിക ഘടികാരം, തെറ്റായ ശരീരഭാവം. പ്രാഥമിക മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. നെക്ലേരിയ ഫൗലേരി. COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി, നെയ്തർ വൺ നോർ ടു. തന്നിരിക്കുന്ന ഓപ്ഷൻസ്: COVID-19 രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസിന് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. ഒറ്റപ്പെടൽ എന്നാൽ മറ്റു ആളുകളിൽ നിന്ന് വേർപെടുത്തുക. പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ: ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പേര് നൽകുക. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് വിശദീകരിക്കുന്ന പ്രതിഭാസം ഡാഷാണ്, വിസരണം. താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക വികിരണങ്ങൾ? ഇൻഫ്രാറെഡ്. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? PSLV C-57. കെമിക്കൽ ബോണ്ടിംഗ് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി, 1, 2, 4. അതായത് ഇലക്ട്രോപോസിറ്റീവ് മൂലകവും ഇലക്ട്രോനെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോനെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലന്റ് ബോണ്ടിംഗ് രൂപപ്പെടുന്നു. ഇലക്ട്രോപോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിംഗ് രൂപപ്പെടുന്നു. ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു. ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 3. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഡാനിഷ് സിദ്ദിഖി. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി, 1, 3. അതായത് കൂടിയാട്ടം മണിമാധവ ചാക്യാറും അതുപോലെ മൂന്നാമത്തെ കേരള നടനും ഗുരു ഗോപിനാഥ്. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, 1, 3. അതായത് ഭീമൻ, രണ്ടാം മൂഴം, അതുപോലെ തന്നെ മൂന്നാമത്തെ ചേതന, ആരാച്ചാർ. എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേര് അവരുടെ തൂലിക നാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. വിവിധ കായിക ഇനങ്ങളുടെ പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. താഴെ പറയുന്നതുമായി പൊരുത്തപ്പെടുക. ആൻസർ ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ നിന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, 1, 4. അതായത് മോക്ഷപ്രദീപവും ബ്രഹ്മസങ്കീർത്തനവും. 2023 നോബൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 4 മാത്രം. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹാനിക്കുന്നതിൻ്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഹബ് ഒരു മൾട്ടിപോർട്ട് റിപ്പീറ്ററാണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. ഗേറ്റ്വേകൾ ഡാറ്റ ലിങ്ക് ലെയർ മാത്രം പ്രവർത്തിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്, ഓൺലി 1 and 2. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡീലിമിറ്റർ. സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRA അതായത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷനുമായി ചേർന്ന കേരള പോലീസിൻ്റെ സംരംഭം ഡാഷാണ്, കിഡ് ക്ലൗ. 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പ്രസ്താവനകൾ: ഇതിന് വളരെ ഉയർന്ന ലേറ്റൻസി ഉണ്ട്. സെക്കൻഡ്സിൽ 200 ജിഗാബിറ്റ്സ് വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗത. ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 and 3. വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം: വിവരത്തിനായി അഭ്യർത്ഥന നടത്തുന്ന പൗരനൊഴികെയുള്ള ഒരു വ്യക്തി കൂടാതെ ഒരു പൊതു അധികാരവും ഉൾപ്പെടുന്നു. 2015 ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവനൈൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടി.
2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവനകൾ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ആണ് only 2 and 3. അതായത് ഏതെങ്കിലും മുതിർന്ന പൗരനോ രക്ഷിതാവോ ട്രിബ്യൂണലിൻ്റെ ഒരു ഉത്തരവിനാൽ വിഷമം ഉണ്ടായേക്കാം. ഉത്തരവിൻ്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം. നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രിബ്യൂണലിന് മുമ്പാകെയുള്ള ഒരു നടപടിയിലെ ഒരു കക്ഷിയെയും നിയമ പ്രാക്ടീഷണർമാർ പ്രതിനിധീകരിക്കുന്നതല്ല. 1999 കേരള ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ സി only 1. അതായത് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റെഫർ ചെയ്ത വിഷയത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ നിരോധനം പരിഹാരം നിയമം 2013 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ only 1. അതായത് പ്രിസൈഡിംഗ് ഓഫീസറും ഇൻറ്റേർണൽ പരാതി കമ്മിറ്റിയിലെ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്ത തീയതി മുതൽ 3 വർഷത്തിൽ കൂടാതെ പദവി ലഭിക്കും. ഭരണഘടനാ നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഭരണഘടന 105 ഭേദഗതി നിയമം 2021 സംബന്ധിച്ച്. ആൻസർ ഓപ്ഷൻ ബി ആണ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. അടുത്തത് 37² - 3² / 34ൻ്റെ മൂല്യം. ആൻസർ ഓപ്ഷൻ ഡി 40. അടുത്തത് 4/11 / 16/11 മൈനസ് ബ്രാക്കറ്റിൽ 2 - 3 മൈനസ് പിന്നെയും ബ്രാക്കറ്റിൽ 1 - 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് പ്ലസ് x = 0 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം. ആൻസർ ഓപ്ഷൻ ബി 3. എക്സ് എന്നത് വൈയുടെ 125% x + y = 90 ആണെങ്കിൽ 2x - yയുടെ മൂല്യം എന്തിന് തുല്യമാണ്? 60. 25% കിഴിവ് നൽകിയ ശേഷം ഒരു വിൽപ്പനക്കാരൻ 25% ലാഭം നേടുന്നു. വിപണി വിലയും ചെലവ് വിലയും തമ്മിലുള്ള അനുപാതം കണ്ടെത്തുക. ആൻസർ 5:3. 2 ദിവസം കൊണ്ട് 5 പേർക്ക് 20 മരങ്ങൾ മുറിക്കാം. 20 പേർ 3 ദിവസം ജോലി ചെയ്താൽ ഈ സമയത്ത് എത്ര മരങ്ങൾ മുറിക്കും? 120. ആദ്യത്തെ 52 പൂർണ്ണസംഖ്യകളിൽ 2 എന്ന അക്കം എത്ര തവണ ദൃശ്യമാകും? 15. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ എഡ്യൂക്കേഷൻ എന്നത് JHPFBNRDB എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ കോഡ് ഭാഷയിൽ മെഡിസിൻസ് എങ്ങനെ എഴുതാം? ആൻസർ ഓപ്ഷൻ സി. തുടർച്ചയായി 3 പൂർണ്ണസംഖ്യകളുടെ ഗുണനം എപ്പോഴും ഡാഷ് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനാകും. 6. ഒരാൾ വടക്കോട്ട് 25 അടി നടന്നു, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 25 അടി നടന്നു. അയാൾ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 50 അടി നടന്നു. ആ മനുഷ്യൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണ്? അതുപോലെ തന്നെ ഏത് ദിശയിലാണ്? ആൻസർ തെക്ക് കിഴക്കായി 15√2 അടി. സമയം 3:20 ആയിരിക്കുമ്പോൾ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ 20. Fill in the blank using correct tense form of the verb given in the bracket. I dash stay. ബ്രാക്കറ്റിൽ സ്റ്റേ തന്നിട്ടുണ്ട്. Here till Sunday. ആൻസർ ഓപ്ഷൻ സി ആണ് will be staying. Choose the right option that suggests change in voice of the sentence. Please draw the figure. ആൻസർ ഓപ്ഷൻ ബി. You are requested to draw the figure. അടുത്ത ക്വസ്റ്റ്യൻ. Fill in the blank using suitable preposition. I dash walk 10 miles without getting tired. ആൻസർ ഓപ്ഷൻ സി ആണ് can. Complete the following sentences using appropriate question tag. It is not raining dash. Answer is it. Combine the two sentences using suitable correlative conjunction. It is not useful. It is not ornamental. Answer option C ആണ് neither nor. Choose a synonym of the word italicized in the sentence from the given options. He was killed in the battlefield. Answer option B slain. Fill in the blank using appropriate gerund form of the word given in bracket. Do you mind dash ബ്രാക്കറ്റിൽ share some pictures of your trip on Facebook. Answer option B sharing. Substitute the words underlined with a suitable phrasal verb. The director summoned me and asked for an explanation. Answer option B sent for. Fill in the blank using suitable preposition. He felt no qualms dash borrowing money from his friends. Answer option B about. Give the correct spelling of the adjective that means careful or taking great care. ആൻസർ ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതല്ല? പദങ്ങൾ അടിമത്തം, ഐശ്ചികം, അജാനബാഹു. ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം ശരി. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. ആൻസർ പലതുള്ളി പെരുവെള്ളം. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായമല്ലാത്തത് ഏത്? ജലം. ജംഗമം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? സ്ഥാവരം. കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? കർഷക.
കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥമെന്ത്? പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ? വിൺ പ്ലസ് തലം. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത്? കഞ്ചനേർ മിഴി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാന പദമല്ലാത്തത് ഏത്? തെരുവ്.